ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും മാറ്റുകൂട്ടാൻ വെടിക്കെട്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമുക്ക്. എന്നാൽ ഈ വർണ്ണ കാഴ്ചകൾ നിമിഷ നേരം കൊണ്ട് വലിയ ദുരന്തങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടത്. തൃശ്ശൂരിൽ മുണ്ടത്തിക്കോടിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പൊലിഞ്ഞത് വിലപ്പെട്ട ജീവനുകളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വെടിക്കെട്ട് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നടക്കിയ പ്രധാന വെടിക്കെട്ട് ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? ഇതിലെ രാസപദാർത്ഥങ്ങൾ എത്രത്തോളം അപകടകാരിയാണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഇന്നലെ തൃശൂർ മുണ്ടത്തിക്കോടിന് സമീപം വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 13ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പൂരം വെടിക്കെട്ടിനായി തയ്യാറാക്കിയ വെടിമരുന്ന് സൂക്ഷിച്ച ശാലയിലാണ് അപകടമുണ്ടായത്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തമായിരുന്നു 2016-ലുണ്ടായ പുറ്റിങ്കൽ ദുരന്തം. കൊല്ലം പരവൂരിലുണ്ടായ ഈ സ്ഫോടനത്തിൽ 110ഓളം പേർ മരിക്കുകയും 350ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊച്ചിക്ക് സമീപം വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചുണ്ടായ അപകടം, മരട് സ്ഫോടനം. വിവിധ വർഷങ്ങളിലായി നെന്മാറ വല്ലങ്കി വേലയോടനുബന്ധിച്ച് പാലക്കാടുണ്ടായ ചെറിയ സ്ഫോടനങ്ങൾ. വിവിധ നിർമ്മാണശാലകളിലും സംഭരണശാലകളിലുമായി തൃശ്ശൂരിലുണ്ടാകുന്ന തുടർച്ചയായ അപകടങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വെടിക്കെട്ടുകൾ ഇത്ര ഭീകരമാകുന്നത്? ഇതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള ഓക്സിഡൈസറുകൾ. ഇവയാണ് തീ വേഗത്തിൽ പടർത്തുന്നത്. ചാർക്കോൾ, സൾഫർ ഇതാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. പച്ച നിറത്തിനായി ബേരിയം നൈട്രേറ്റ്, ചുവപ്പിനായി സ്ട്രോൺഷ്യം, തിളക്കത്തിനായി അലൂമിനിയം പൗഡർ. ചെറിയൊരു ഫ്രിക്ഷനോ ചൂടോ ഉണ്ടായാൽ പോലും ഇവ വലിയൊരു സ്ഫോടനത്തിന് കാരണമാകും. ഇത് കത്തുമ്പോൾ പുറത്തു വരുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ശ്വാസതടസ്സമുണ്ടാക്കും. വെടിമരുന്നിന് പകരമായി സുരക്ഷിതമായ മാർഗങ്ങളുണ്ടോ? ഉണ്ട്. ഇലക്ട്രോണിക് ക്രാക്കേഴ്സ്. ഇത് കറണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ശബ്ദവും പ്രകാശവും കൃത്രിമമായി സൃഷ്ടിക്കുന്നു, എന്നാൽ സ്ഫോടനം ഉണ്ടാകുന്നുമില്ല. പുകയോ വിഷവാതങ്ങളോ ഉണ്ടാകുന്നില്ല. റിമോട്ട് കൺട്രോൾ വഴിയും നിയന്ത്രിക്കാം. സുരക്ഷിതമായ ആഘോഷങ്ങൾക്ക് ഇത് മികച്ചൊരു തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ വെടിക്കെട്ട് നിയന്ത്രിക്കുന്നത് എക്സ്പ്ലോസീവ് ആക്ട് 1884 ആൻഡ് എക്സ്പ്ലോസീവ് റൂൾസ് 2008 എന്നിവ പ്രകാരമാണ്. ലൈസൻസ് ഇല്ലാതെ വെടിക്കെട്ട് മരുന്ന് സൂക്ഷിക്കുന്നതും നിർമ്മിക്കുന്നതും ശിക്ഷാർഹമാണ്. ആഘോഷങ്ങൾ സന്തോഷത്തിനാകണം, കണ്ണീരിനാകരുത്. നിയമങ്ങൾ പാലിച്ചും സുരക്ഷിതമായ മാർഗങ്ങൾ അവലംബിച്ചും നമുക്ക് ദുരന്തങ്ങൾ ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കേട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.